പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 500 രൂപയിൽ താഴെ നല്ലൊരു കീബോർഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും സെബ്രോണിക്സിന്റെ Zebronics ZEB KM2100 എന്നുള്ളത്. ഏകദേശം 350 രൂപ റേഞ്ചിലാണ്, 350 to 400 രൂപ റേഞ്ചിലാണ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആകുന്നത്. അതിലും താഴെ പ്രൈസ് ഡെഫിനറ്റ്ലി ഓഫേഴ്സിന്റെ സമയത്ത് അതിലും താഴെ നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കീബോർഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നു, ചെറിയൊരു ഓവർവ്യൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഇതിന്റെ ബോക്സിലോട്ട് വരുമ്പോൾ വെളിയിൽ കമ്പനി സെബ്രോണിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ അതിന്റെ മോഡൽ നമ്പർ, പിന്നെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു റുപ്പീസിന്റെ കീയും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെ 499 ആണ് MRP വില എഴുതിയിരിക്കുന്നത്, അതിലും കുറച്ച് നമുക്ക് കിട്ടുന്നതാണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പൊ ഇതാണ് കീബോർഡ്, ഒരു പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വെളിയിലോട്ട് എടുക്കാം. കവർ നമുക്ക് ജസ്റ്റ് തൽക്കാലത്തേനൊന്ന് മാറ്റിയേക്കാം. കീബോർഡിലോട്ട് വരുമ്പോൾ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞാണ് വരുന്നത്. റാപ്പൊക്കെ മാറ്റി നമുക്ക് കീബോർഡിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് തന്നെ ഞാൻ പറഞ്ഞു, റുപ്പി സ്പെഷ്യലായിട്ടൊരു റുപ്പീന്റെ കീ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മേളിൽ ഫംഗ്ഷൻ കീയുടെ മുകളിൽ തന്നെ കുറച്ച് മീഡിയ കീസ് നമുക്ക് അവൈലബിൾ ആണ്. ഹോം, മെയില്, അതുപോലെ തന്നെ സോങ് നെക്സ്റ്റ് അടിക്കാനുള്ള, വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള കുറച്ച് സ്വിച്ചസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് നോക്കുമ്പോൾ ഫുൾ ഫ്ലെഡ്ജ് കീബോർഡാണ്, വിത്ത് നമ്പാഡ് ഉൾപ്പെടെയുള്ള കീബോർഡാണ്. ഇതിന്റെ ഒരു കീ പ്രസ് ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ വലിയ ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈങ് കീ പ്രസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ നല്ലൊരു കീ പ്രസും സാറ്റിസ്ഫാക്ഷനുമാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര ടഫ് ഫീലിംഗ് വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ അങ്ങനൊന്നുമില്ല. ഞാൻ എല്ലാ കീയും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരു കീക്കും പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നല്ല നമുക്കൊരു സാറ്റിസ്ഫൈ. ഈ ഒരു പ്രൈസ് റേഞ്ച് ആണ് ഞാൻ പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ല സാറ്റിസ്ഫൈ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് കീ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ടൈപ്പിംഗ് എക്സ്പീരിയൻസും അത്യാവശ്യം നല്ലത് തന്നെയാണ്. പിന്നെ നമുക്കറിയാം ഒരു 1000 രൂപ 2000 രൂപ ഒരു ഹൈ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു കൂടിയ കീബോർഡിന്റെ അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ടൈപ്പിംഗിൽ നമുക്ക് ലഭിക്കുന്നതല്ല. പക്ഷെ ഈ ഒരു വിലയിൽ ഇത് ഏറ്റവും പെർഫെക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സെബ്രോണിക്സിന്റെ ZEB KM2100 എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു സ്റ്റാൻഡ് നമുക്ക് ലഭ്യമാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് വെക്കുമ്പോൾ ഒരു അക്ഷരങ്ങളൊക്കെ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബാക്ക് ഒന്ന് ലിഫ്റ്റ് ആകും. അല്ലാതെ നോക്കുമ്പോൾ നല്ല ഒരു അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കേബിളുമാണ്. 1.2 മീറ്റർ ആണ് കേബിൾ ലെങ്ത് പറയുന്നത്. കേബിളിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു പ്രൈസിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്നെസ് ആണ് കീയിൽ വരുന്നത്. ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മീഡിയ കീ ഉണ്ട്. സോ 500 രൂപയിൽ താഴെ നിങ്ങൾ നല്ലൊരു കീബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ സെബ്രോണിക്സിന്റെ ഈ ഒരു കീബോർഡ്. ഞാൻ സാറ്റിസ്ഫൈ ആണ്. ഞാൻ പറഞ്ഞ പോലെ 350 അല്ലെങ്കിൽ 400 റേഞ്ചിലാണ് നോർമലി വരുന്നത്. പക്ഷെ അതിലും താഴെ നമുക്ക് ലഭിക്കും. ഓൾമോസ്റ്റ് 250 അല്ലെങ്കിൽ 300 റേഞ്ചിൽ ഇടയ്ക്ക് ആമസോണിൽ ഓഫർ വന്നിട്ട് നമുക്ക് ലഭിക്കും. സോ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇവിടാണ് ഇതിന്റെ നമ്പർ ലോക്കും അതുപോലെ തന്നെ ക്യാപ്സ് ലോക്കും സ്ക്രോൾ ലോക്കും കാണാൻ സാധിക്കുന്നത്. ഒരു ചെറിയ LED ലൈറ്റും അവിടെ വരുന്നതാണ്. സോ കീബോർഡ് വൈസ് ദിസ് ഈസ് ഓക്കെ. 500 രൂപയിൽ താഴെ ഒരു 300 ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു കീബോർഡ് തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു അൺബോക്സിംഗ് ആൻഡ് ചെറിയൊരു ഓവർവ്യൂ ആണ് നോക്കിയത്. ഇതിന്റെ ബൈയിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ജെറി സൈനിങ് ഓഫ്.